ഇവൻ ആൻറ്റിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് അയാമ ആൻറ്റി ലവർന്ന്. എന്തായാലും മ്യൂസിക് ഇപ്പൊ വരും. വെയിറ്റ് നിങ്ങൾ ഫ്രീ ആണോ? അലീന ചന്ദ്രൻ ഞാൻ ഇവിടേക്ക് ഉണ്ട്. സൂര്യ നിന്റെ ഡാഡി മകനെ സൂര്യരച്ചനാണ്. അതെ സൂര്യരച്ചനാണ്. അതെ ജോണി മാമ ആ താ. ഒന്നോട് വരുമോ? കൈനീട്ടം കൈ തന്നോ നീട്ടി ഒരെണ്ണം കൊടുത്തേക്ക്. തന്നോ കൈനീട്ടം തന്നോ കൈ നീട്ടി ഒരെണ്ണം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അലീന കൈനീട്ടം അതെ കൊച്ചിന്റെ അച്ഛനല്ലേ? കൊച്ചിരാജ കൊച്ചിന് കൈ നീട്ടി ഒരെണ്ണം കൊടുക്കണോട്ടാ. ഇതാരാ എല്ലാരോടും പറഞ്ഞു നടക്കണ ഞാൻ കൊച്ചിന്റെ ഗേൾഫ്രണ്ട് അതാ. ഇതാരാ പോകുന്ന ആള്. സൂര്യ ഇതാരാ ആ ഓക്കെ ഓക്കെ. നീ എന്താടാ അങ്ങനെ പറഞ്ഞ സൂര്യ നിന്റെ നീ ആന്റിന്ന് വിളിക്കണം. ആന്റിന്ന് ആന്റിനെ വിളിച്ചാലും കുഴപ്പമില്ല, വിളിച്ചോ. എന്നിട്ട് അവൻ പറഞ്ഞു അതെ എലീന എന്റെ ഫ്രണ്ട് ഉണ്ട് സാറ, ഇവൻ ആന്റിന്നാ വിളിക്കണേ. എന്നിട്ട് അല്ല റൂബിനോട് ഇവൻ ആന്റിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് അയാമ ആന്റി ലവർന്ന്. സൂര്യ നോണോ പറയല്ലേ? എന്നിട്ട് പറഞ്ഞു ഒരുമിച്ച് ഡേറ്റിന് പോണെന്ന്. പോയല്ലോ പോയില്ല അലീന ഇത് രൂപത്തിന്റെ ഇത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമല്ല, ഈ രൂപല്ല, ഇത് പ്രശ്നം ചോരയുടെ പ്രശ്നമൊന്നുമില്ല. ഞാനൊരു കാര്യം വേണ്ട അലീന, യവന്റെ അടുത്ത് ഇങ്ങോട്ടൊന്നും നീ യവനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാ അച്ഛനെ പോലെ ആവല്ലേ. അതല്ല ഈ രൂപത്തിലും ഈ പുറത്തേക്കുള്ള രൂപത്തിന്റെ സ്വഭാവം കാണിക്കില്ലെന്ന് പറയണം. ഞാൻ വന്നപ്പോ കുടുംബകലഹം കേട്ടോ അലീന? അത് ആര്യയുടെ കാലിലായിരുന്നു. അലീന യവന്റെ അടുത്ത് പുറത്തുള്ള രൂപത്തിന്റെ സ്വഭാവം കാണിക്കില്ലെന്ന് പറയണം. ഇത് അതിന്റെ പ്രശ്നമാണ്, മനസ്സിലായില്ലേ? ഇവൻ ഇവിടത്തെ അല്ല അണ്ണു ഞാൻ ഒരു കാര്യം പെട്ടാ, ഈ സൂര്യല്ലേ, സൂര്യ ബോസില്ലേ അണ്ണു, ഈ സൂര്യല്ലേ ഇവ പുറത്തെ രൂപത്തിന്റെ സ്വഭാവമാണ് അകത്ത് കാണിക്കുന്നത്. അല്ല പുറത്തല്ല, അകത്തെ സ്വഭാവം വെളിയിൽ കാണിക്കുന്നത്. എടാ സൂര്യ നീ അകത്തെ രൂപത്തിന്റെ സ്വഭാവം അകത്ത് കാണിക്കണം, അല്ലാതെ അകത്തെ രൂപത്തിന് പുറത്തെ സ്വഭാവം വരാൻ പാടില്ല. എന്താണ് അവന്റെ അടുത്ത് പുറത്തിട്ടത്? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? ജോണിയമ്മ വന്നേ, ചുമ്മാരടാ പോടാ, മറല്ല ഫ്രണ്ടിന്ന് മറല്ല. ജോണിയമ്മ പ്രശ്നം പറഞ്ഞ ജോണിയമ്മ ഇവന്റെ ഇവിടത്തെ രൂപത്തിന് പുറത്തെ രൂപമല്ലേ അവന്റെ പുറത്തെ രൂപം IRL സ്വഭാവം ഇവന്റെ IRL സ്വഭാവം അകത്ത് കൊണ്ടുവരണം. ഈ മനസ്സിലായില്ലേ? ഈ കണ്ട പെമ്പിളടുത്തൊക്കെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ അവനെ പ്രായമുള്ള അതുണ്ട്. ഈ പൈസ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ? അത് പോയി കഴിഞ്ഞാൽ തന്തയ്ക്ക് കേസ് വരുന്നത്. ഇച്ചിരി പ്രായമില്ലാന്ന് പറഞ്ഞ് തന്തയെ പിടിച്ചോണ്ടു. ഇവിടുത്തെ നിയമം അങ്ങനെയാണ്. സത്യം, ട്രൂ. കൊച്ചിനെ കുറച്ച് അടിച്ചു പഠിപ്പിക്കാൻ അവൻ എന്നോട് പറഞ്ഞ ഞാൻ എന്റെ ബോയ്ഫ്രണ്ട്, അവൻ എനിക്ക് വിഷം മേടിച്ചു തരും, അത് ഞാൻ എന്റെ ബോയ്ഫ്രണ്ടിന് കൊടുക്കണം. ഷെർലോക്ക് ഹോംസ് അതൊരു കമ്പനിയുടെ പേരല്ലേ? അല്ല ഷെർലക് ഹോംസ്. ഓക്കേ ഷെർലക് ഹോംസ്. ഓക്കേ. ഇവൻ പറഞ്ഞു ഞാൻ അങ്ങേരെ വിഷം കൊടുത്ത് കൊന്നിട്ട് ഇവനെ കെട്ടണം എന്നാ. ഞാൻ പറയട്ടെ അവനൊരു ഞാൻ വിളിക്കാം അവന്. എടാ സൂര്യ, എടാ നിന്നൊരു വാവയെ പോലെ കാണാന്ന്, മോനെ പോലെ കാണാം. കൊച്ചിന്റെ അച്ഛൻ. എന്റെ പേര് ചന്ദ്രൻ ബോസ്. അതെ കൊറേ ദിവസമായിട്ട് കൊച്ചു കാണണമെന്നുണ്ട് എനിക്ക്. എന്തേലും ഉണ്ടെങ്കിൽ അവൻ പറഞ്ഞ അച്ഛനും അമ്മ കല്യാണ ആലോചനയായിട്ട് വരും എന്നുള്ളത്. എന്റെ നമ്പർ 047 ആണ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ
047 ആണ്. അവൻ എന്നോട് പറഞ്ഞത് 0472 ആണ്. തെറി വിളിക്കലടാ. ആ ഇവിടെ പറഞ്ഞു ആ 472 എന്നാണ് പറഞ്ഞേ. என்னோட பழைய நம்பர் இப்ப என் நம்பர் 8055 அது யாருக்கும் கிட்டாத நம்பர் ആണല്ലേ? ഓക്കെ. யாருக்கும் கிட்டாத கலியில എന്തോന്നില്ലാന്ന് അവൻ പറഞ്ഞ ഒന്നും മനസ്സിലാവത്തില്ല. മനസ്സിലായില്ല. ഞാൻ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ അങ്ങോട്ട് പോട്ടെ. ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ. ഈ സിറ്റിയിൽ കുറെ കൊച്ചു ഹാപ്പി വിഷുടാ. ഹാപ്പി വിഷു ഹാപ്പി വിഷു അനിയ ഹാപ്പി വിഷു. ഒരു മിനിറ്റ് ഒരു 100 ചിലവാക്കണം. ഐഡി പറ. ആ ഞാനൊരു 101 ലിറ്ററുണ്ടേ. ഹാപ്പി വിഷു ചന്ദ്രു. ഹാപ്പി വിഷു. നിന്റെ അച്ഛൻ എന്തിന് കൊരങ്ങനാ? ചന്ദ്രു. ചന്ദ്രു. എന്താ കീരി അത്? ചന്ദ്രു ഹാപ്പി വിഷു. ആ താങ്ക് യു കൈനീട്ടം കിട്ടിയോ ചന്ദ്രുവിന്? എവിടെ നോക്കെ കാശ് വന്നോണ്ടിരിക്കുന്നു. ഓ മകനാണ്. കിട്ടിയില്ല. ഇതോ அப்பா போன ദിവസം അഭിഷേക് ഏതോ മറ്റൊരു ബിഷറ്റിന്റെ വിട്ടേക്ക്. അത് ഞാൻ ഒരു നോക്കട്ടെ. ഇതേത്തോടെ നീ ആര്? ഒരു പ്രശ്നം ഇടിഞ്ഞിരുന്നു. ഹലോ അവിടെ ഇരുന്ന് കരയുന്നു. ഹലോ അവന്റെ സൗണ്ട് കേട്ടാ പേടിച്ചിട്ട്. സൂര്യന്റെ വായിന്ന് സൗണ്ട് കേട്ടായിരുന്നാ? ഹലോ ഹലോ ഇവിടെ ആരെങ്കിലും നിപ്പുണ്ടോ? എല്ലാരും ഉണ്ടല്ലോ. എനിക്ക് കണ്ണ് കാണത്തില്ല ഏട്ടാ. കണ്ണ് കാണത്തില്ലേ? ഇനിങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഞാൻ ഇന്ന് വന്നേ. കണ്ണ് തുറന്ന് നോക്ക്. എനിക്ക് സൗണ്ട് മാത്രമേ കേക്കത്തുള്ളൂ ചേട്ടാ. ആര് പെറ്റ് തള്ളി വിടുന്നറ ഇതൊക്കെ? ഇത്രയും പിള്ളേർ ഉണ്ടാവേ. കൊച്ചിന്റെ കൂടെ ആരും വന്നില്ലേ? அப்பா எனக்கு അറിയാதப்பா. നിന്റെ ചേട്ടനായത് அதெல்லாம் இல்ல அது അറിയാതെ. ഇല്ല ഞാൻ ഇനി ഉള്ളതിനെ കളയാനേ നോക്കത്തുള്ളൂ അലീന. എനിക്ക് ഇനി ഓരോന്ന് പറഞ്ഞായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കാൻ വയ്യ. ഇങ്ങനെ ബുദ്ധിമുട്ടാ. അങ്ങനെ അല്ലല്ലോ കുറച്ചു ദിവസം മുന്നേ പറഞ്ഞേ. എന്താ പറഞ്ഞു? ഇങ്ങനെ സിറ്റി ഫുള്ള് ഇങ്ങനെ മറ്റേ സൂരജ് നടന്നതുപോലെ എല്ലാരും ദത്തെടുത്ത് നടക്കണം. ഞാൻ വിചാരിക്കണ ഒരു അനാഥാലയം തുടങ്ങണം. അനാഥാലയം തുടങ്ങിയിട്ട് തന്തയില്ലാത്തവന്മാരെയും തന്തയില്ലാത്തവന്മാരെയും അതില് അല്ലല്ല അയ്യോ അത് ഭയങ്കര ഒരു വൃത്തിയുടെ വേടായി. അതായത് ഓർഫൻസ് ആയിട്ടുള്ള ആൾക്കാരെ അതെങ്ങനെയുണ്ട്? ആ ഓർഫൻസ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ അതിലോട്ട് ആഡ് ചെയ്യുന്നു. അപ്പൊ അവരെ വിഷയങ്ങൾ സംസാരിക്കാനും അവരെ വിഷയങ്ങളിൽ ഇടപെടാനും ഞാനായിരിക്കണം. അതായത് അവരുടെ ഗാർഡിയൻ പോലെ. പക്ഷെ അവര് നമുക്ക് പേ ചെയ്യണം. അതായത് മന്ത്ലി ഒരു 10, 20, 50 കോടി. അങ്ങനെയല്ല ഇത് രജിസ്ട്രേഷൻ ഫീ. അല്ല രജിസ്ട്രേഷൻ ഫീ 10 കോടി. രജിസ്ട്രേഷൻ ഫീ അല്ല ഞാൻ പറയണ ഇപ്പൊ അലീന ഇപ്പൊ കിരി നിന്റെ അച്ഛനുണ്ടാ? അല്ല അച്ഛൻ ഉണ്ട്. അജീവനോടുണ്ടോ? ഉണ്ട്. നിനക്കന്നെ 40 വയസ്സുണ്ട്. ചുമ്മാ ഇരിയടേ. നീ ചുമ്മാ ഇരിയടേ. ഒന്ന് വിളിച്ചോണ്ടോ? പിന്നില്ലാതെ ഏ സിറ്റിയില്? എടാ എനിക്ക് പറയാൻ പേരെങ്കിലും നിന്റെ അച്ഛന്റെ പേരെന്തുവാ? എടാ എന്റെ അച്ഛന്റെ പേര് ഇല്ല എനിക്ക് പേരെങ്കിലും പറയാവോ? നിനക്ക് അതെങ്കിലും ഉണ്ടോ ചന്ദ്ര? പേര് പറയാൻ എനിക്കില്ല. മനസ്സിലായില്ലേ? പക്ഷെ അപ്പൊ വിടരുത്. അല്ല അതല്ല ഓർഫൺ എന്ന് പറയണ മണ്ടറാണോ? എന്തായാലും ഞാൻ ദിവ്യഗർഭത്തിലൊന്നും ഉണ്ടായതല്ല. അതുകൊണ്ട് എനിക്ക് അച്ഛനുണ്ടാവും. അത് ആരെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചന്ദ്രന്റെ അച്ഛൻ ജോണാ. ജോണേ? ജോൺ. ചന്ദ്രബോസ് ജോൺ. ആ ഡാഡി. എന്നെ ജോൺ ഡാഡി വിളിക്കണോ? അറ്റ്ലീസ്റ്റ് ജോസ് ബോസ് എങ്കിലും പറഞ്ഞിരുന്നേ മതിയായിരുന്നു. ഞാൻ കാര്യം പറട്ടാ. എടാ ഇപ്പം ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചതാ വഴിയില്. അതുകൊണ്ടാണ് ഓർഫൻസ് എന്ന് നമ്മള് അങ്ങനെ പറയണേ.
അതുപോലെ ഇപ്പൊ നിനക്ക് തന്തയുണ്ടെന്ന് പറയുന്നത് എവിടെ ആളെ എനിക്കില്ല. ഞാൻ ആദ്യം പറഞ്ഞു ഓക്കെ ഞങ്ങൾ അനാഥരാണ്. ഞങ്ങളെ സൂരജനാണ് നോക്കിയത്. ഫാദർ സൂരജ്. സൂരജ് ആ അത് ഇല്ലത്തിന്റെ പേരല്ലേ? സൂരജ് വർഗീസ് ആന്റണി. ശരി പെപ്പെ. அப்பா உனக்கு விசுக்கு என்ன ஸ்டோரின்னு தெரியுமா? அப்பா அம்மாக்கு அறியல, உனக்கு என்ன ஸ்டோரி தெரியுமா விசுன்னு? വിഷുവിന്റെ സ്റ്റോറി ഒന്നും എനിക്കറിയണ്ട. അപ്പൊ ഞാൻ പറഞ്ഞ കിരി നിനക്ക് കൊണ്ടുവരാൻ തന്നില്ല. അപ്പൊ നീ ഓർഫൺ ആണ് ശരിക്കും. ഇല്ല കാരണം നിനക്ക് എടാ എനിക്ക് കുടുംബമുണ്ട്. എടാ സിറ്റിയിലല്ലേ ഉള്ളു, എനിക്ക് കുടുംബമുണ്ട്. പക്ഷെ ഇപ്പൊ ഇല്ലാത്ത പോലെയാണല്ലോ. നിനക്കൊരു പെണ്ണ് ഇവിടെ പോലും ഇല്ലെന്ന് വെച്ചിട്ട് നിനക്കൊരു എടാ നീ ഇപ്പൊ- പറയാനായിട്ട് നീ ഒരു ഇപ്പൊ- പെണ്ണ് നീ പോലും ഇപ്പൊ നിനക്ക് ഇല്ലടാ ജോലിക്ക് കീരി. വേണ്ടി- നിനക്ക് ഇല്ല, പറയാനായിട്ട് ഒരു ജോലിക്ക് പെണ്ണ് പോലും വേണ്ടി- ഇല്ലടാ കീരി. അവൻ നിനക്ക് മറ്റത് പറയാൻ കുടുംബോ? പറ്റാത്തോണ്ട് ഇതിൽ പിടിച്ചേട്ടാ. ഏത് നിനക്കൊരു പെണ്ണുങ്ങളുണ്ടാടാ നിനക്ക് മറ്റത് പറയാൻ പറ്റാത്തോണ്ട് ഇതിൽ പറയാനായിട്ട്. നിന്റെ ആ. അവള് പൊന്നാന്ന് വിളിക്കുന്നതിന് വരെ എന്നെ വിളിക്കാ നിന്നെ വിളിക്കേണ്ട എനിക്ക് ഈ ബോർഡ് പൊന്നെയാണത്. കാണുമ്പോ വേറൊരു സാധനം ഓർമ്മ പറഞ്ഞ ഈ ബോർഡ് എനിക്ക് കാണുമ്പോ ഓർമ്മയുണ്ട്. മനസ്സിലായില്ലേ? നിന്നെ വിളിക്കേണ്ട പൊന്നെയാണ് വേറെ പൊന്ന. അപ്പൊ നീ ഇപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ ഹർട്ട് ഇല്ല ഞാൻ ഹർട്ട് അവനെ ഹർട്ട് ചെയ്തില്ലേ? അപ്പൊ എനിക്ക് ഹർട്ട് ചെയ്യണം. അല്ല എനിക്കത് ഹർട്ടായില്ല. എടാ 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 കാണ്ടാമൃഗത്തിന്റെ തോലുള്ളവനെ മനുഷ്യരാണെങ്കിൽ ഹർട്ടാവും കുറച്ചെങ്കിലും. എനിക്കത് മനസ്സിലായ ഹർട്ടാവേണ്ട ആവശ്യമില്ല. வேண்டாம் ഇതാരവൻ? സാബുരാണ്. റെഡി